നമസ്കാരം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള സംഭവം നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബില്ലൊന്നും പാസ്സായിട്ടില്ല. ശരിക്കും BJPക്ക് തന്നെ നല്ല രീതിയിലേക്ക് പണിയാവുന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം എനിക്ക് വീണ്ടും പറയാനുള്ള വിഷയം, പ്രതിപക്ഷം ഉന്നയിക്കുന്ന രീതിയൊക്കെ വല്ലാത്ത രീതിയിലേക്ക് സത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാര്യം വികസനങ്ങൾ ചർച്ച ചെയ്യാതെ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാത്ത രീതിയിലേക്ക് വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കി മാസങ്ങളോളം നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഇന്ന് ഇന്ത്യയിലുണ്ട്. കാര്യം ജനങ്ങൾക്ക് അടിസ്ഥാനപരമായുള്ള സംഭവങ്ങൾ ചെയ്യാതെ ഇത്തരം രീതിയിലേക്ക് നിയമങ്ങൾ മാത്രം മാറ്റി മറിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു സർക്കാരായിട്ടാണ് എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ള വിരോധം. കാര്യം പാവപ്പെട്ട ചികിത്സ കിട്ടാത്ത വൃദ്ധരായ പല ആളുകളും, വിധവകളായ പല ആളുകളും ഉള്ളൊരു നാടാണ് നമ്മുടെ ഇന്ത്യ. പലപ്പോഴും മനുഷ്യന്റെ സാമ്പത്തിക സ്ഥിതി വലിയ രീതിയിലേക്ക് മോശമായിരിക്കെ ഇത്തരം രീതിയിലേക്കൊക്കെ ചർച്ച ചെയ്തു പോകുന്നത് ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ഒരു അവസ്ഥ നോക്കുവാണെങ്കിൽ ജനങ്ങൾക്ക് അന്നാന്ന് ജീവിക്കാൻ കഷ്ടപ്പെടുന്ന രീതി ഇന്ന് നിലവിലുണ്ട്. പിന്നെ ഈ വൺ ഇന്ത്യ വൺ എലക്ഷൻ എന്നുള്ള രീതിയിലേക്ക് എത്രത്തോളം അത് പോസിബിൾ ആവും എന്നുള്ളതാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ കാര്യമല്ല. നമ്മൾ 1951 തുടങ്ങി 52-ലാണ് അത് പൂർത്തിയായത്, ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. അതിനുശേഷം ഏതാണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ അവസാനം അത് മരണപ്പെടുന്നതിന് മുമ്പ് വരെയുള്ള തെരഞ്ഞെടുപ്പ് വരെ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പോയിരുന്നത്. കാരണം അന്നങ്ങനെ പോകാൻ പറ്റുമായിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനായിരുന്നു അതിൻ്റെ മേൽക്കൈ ഉണ്ടായിരുന്നത്. അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്ത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരുകൾ വരുന്ന സാഹചര്യമാണ് എല്ലായിടത്തും ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സർക്കാരുകൾ 5 വർഷം പൂർത്തിയാക്കുകയും പിന്നീട് സംസ്ഥാന തെരഞ്ഞെടുപ്പും കേന്ദ്ര തെരഞ്ഞെടുപ്പും ഒക്കെ ഒരുമിച്ച് നടത്തുന്ന സാഹചര്യം അങ്ങനെ തുടർന്നു പോകും. വിനോദ്, ഇത് നടപ്പിലാക്കാൻ വർഷങ്ങളോളം എടുക്കുമെന്നാണ് പറയുന്നത്. ഇലക്ഷൻ വോട്ടിംഗ് മെഷീൻ ഒക്കെ വലിയ രീതിയിലേക്ക് വേണം. ഇതിന്റെ ഉള്ളിൽ ഒരു അഴിമതിക്ക് വേണ്ടിയാണോ ഇത്തരം രീതിയിലേക്ക് ചെയ്യുന്നത്? അഴിമതിയേക്കാൾ അപ്പുറം ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ ഈ തരത്തിൽ മാറ്റം വരുത്തുമ്പോൾ സംസ്ഥാനങ്ങളിൽ ഇന്നിപ്പം പലയിടത്തും BJP ഇതര ഗവൺമെന്റുകൾ ഭരിക്കുന്നു. ഇപ്പം 1967-ലാണ് അങ്ങനെ ഒരു തുടക്കം ഉണ്ടാകുന്നത്. അന്ന് ഇപ്പോൾ തമിഴ്നാട്ടിൽ അണ്ണാദുരൈയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കടന്നു വരികയും അതിനുശേഷം പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഇതര സർക്കാരുകൾ വരുന്ന സാഹചര്യം ഉണ്ടായി. സർക്കാരുകൾ തന്നെ 5 വർഷം കാലാവധി പൂർത്തിയാക്കാതെ അസ്ഥിരമായ സർക്കാരുകളൊക്കെ കടന്നു വന്നു. മുന്നണി രാഷ്ട്രീയം വന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു ഡെവലപ്മെന്റ് ഉണ്ടായി. പ്രാദേശിക കക്ഷികൾ, അതുപോലെ തന്നെ മറ്റ് കക്ഷികൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രബലമായ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കക്ഷികൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കക്ഷികളൊക്കെ രൂപപ്പെടുകയും ജനാധിപത്യത്തിൻ്റെ ഡൈവേഴ്സിറ്റിക്ക് കുറെ കൂടി വിപുലത കൈവരികയും ചെയ്തു. കോൺഗ്രസ് മാത്രം, അല്ലെങ്കിൽ ആ രീതിയിലുണ്ടായിരുന്ന സമ്പ്രദായത്തിന് പകരം മറ്റ് പല പാർട്ടികൾക്കും ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വരാം എന്നുള്ള നില വന്നപ്പോൾ തന്നെ ഈ പറയുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ പോകാൻ പറ്റാത്ത സാഹചര്യം ഓട്ടോമാറ്റിക്കലി വന്നു. അത് ആരും അങ്ങനെ അടിച്ചേൽപ്പിച്ച് നടത്തിയതായിരുന്നില്ല. അത് തന്നെ പിന്നീട് മാറ്റം വരുത്തി വീണ്ടും പല തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ട സ്ഥിതി വന്നു. ഇവിടെ വേറെ പ്രധാനപ്പെട്ട വിഷയം, അങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തി അധികാരത്തിൽ വരുമ്പോൾ സംസ്ഥാന ഗവൺമെന്റുകളിൽ പലപ്പോഴും BJP ഇതര ഗവൺമെന്റുകൾ വരുന്നത് BJPക്ക് സഹിക്കുന്നില്ല. കാരണം സംസ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളമുള്ള അധികാരം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടെങ്കിൽ പോലും കേന്ദ്ര ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ പല കാര്യങ്ങളിലും ഇടപെടാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ ഭരണ സംവിധാനം ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് യൂണിയൻ ലിസ്റ്റ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നുള്ള തരത്തിലാണ് നമ്മൾ അധികാര ശ്രേണി ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങൾ മാത്രമേ കേന്ദ്ര ഗവൺമെന്റിന് ചെയ്യാൻ കഴിയൂ. പക്ഷേ ജനജീവിതവുമായി അടുത്ത് ബന്ധപ്പെടുന്ന നിരവധിയായ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് ആരാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് അതൊക്കെ പെടുത്തിയിരിക്കുന്നത്. അതൊക്കെ സംസ്ഥാന ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. അവിടെയാണ് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അധികാരം കവർന്നെടുക്കാൻ കഴിയുന്ന തരത്തിൽ ഈ പറയുന്ന ഒരു കേന്ദ്രീകരണത്തിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിലുള്ള തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളെല്ലാം ആ ഘട്ടത്തിൽ അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ഫ്രീസ് ആവും. പക്ഷെ അതത്ര എളുപ്പമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച വോട്ടെടുപ്പ്, പാർലമെന്റിൽ നടന്ന വോട്ടെടുപ്പ് കാണിക്കുന്നത് 20 BJPയുടെ MP-മാർ അവർ പോലും വന്നില്ല. വിപ്പ് കൊടുത്തിട്ട് പോലും ഇതിനോട് യോജിപ്പില്ലാത്ത MP-മാർ,
അവരോടൊപ്പം കാരണം കാണിക്കൽ ഷോക്കോസ് കൊടുത്തിരിക്കുകയാണ്, അതെ. അതിന് ബോധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർക്ക് പോലും അല്ല, യോജിക്കില്ല. എന്തുകൊണ്ടാണ് ഈ 20 MP ഹാജരാവാതിരുന്നത് ഞാൻ ചോദിക്കുകയാണ്. അതായത് ഞാൻ പറയുന്നത് ഇപ്പോ ഇന്ത്യയില് അത്രയേറെ നല്ല രീതിയിലേക്കാണ് BJPയുടെ ഭരണം പോകുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ 18-20 MP വരാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ആ വോട്ട് കുറയാണ്. അതെ, വോട്ട് കുറയുന്നതിനപ്പുറം എല്ലാ തെരഞ്ഞെടുപ്പും ഇപ്പം സഭയ്ക്കകത്ത് നടക്കുന്ന എല്ലാ വോട്ടെടുപ്പിലൊന്നും എല്ലാ അംഗങ്ങളൊന്നും പങ്കെടുക്കില്ല. പക്ഷേ ഇത് വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം BJP ദീർഘകാലമായി, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ഇത് മുന്നോട്ട് വരികയും നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന രാംനാഥ് കോവിന്ദിനെ അതിന്റെ അധ്യക്ഷനാക്കി ഒരു കമ്മിറ്റി വെക്കുകയും അതിനെ സംബന്ധിച്ച് പഠനമൊക്കെ കണക്ക് തന്നെ RSS എഴുതി കൊടുത്തത്. അതേപോലെ എങ്കിലും നമ്മൾ അങ്ങനെ ഒരു കമ്മിറ്റി വന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ വന്ന റിപ്പോർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ പറഞ്ഞിട്ട് വളരെ ഗൗരവമായി കൊണ്ടുവരുന്ന ഒരു സംഭവം പാർലമെന്റിൽ വോട്ടിനിട്ടപ്പോൾ അതിൽ നിന്ന് 20 BJPയുടെ MP വിട്ടുനിന്നു എന്ന് പറയുമ്പോൾ അത് വളരെ പിന്നെ കാഴ്ചപ്പാടിന് അതിന്റെ അകത്ത് തന്നെ വിരുദ്ധാഭിപ്രായമുണ്ട് എന്നതിന്റെ പ്രകടമായ തെളിവാണ്. അപ്പം അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ 10 സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയൊരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരേണ്ട വിഷയമാണ്. വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരേണ്ട വിഷയമാണ്. അതോടൊപ്പം തന്നെ ആ ഭേദഗതി വരുന്നത് 10 സംസ്ഥാനങ്ങൾ അംഗീകരിക്കുകയും വേണം. അതൊന്നും അത്ര എളുപ്പത്തിൽ 10 സംസ്ഥാനങ്ങൾ BJPയുടേതായിട്ടുണ്ടാവും. പക്ഷേ അതൊന്നും പൂർണ്ണമായും 3/2 ഭൂരിപക്ഷത്തോടുകൂടി പാർലമെന്റിന്റെ സഭയിൽ പാസ്സാക്കാനാവുന്ന സാഹചര്യമല്ല ഉള്ളത് എന്ന് കഴിഞ്ഞ പാർലമെന്റിൽ നടന്ന വോട്ടെടുപ്പ്, 2 ബില്ലുകളിൽ നിന്ന വോട്ടെടുപ്പ് തെളിയിച്ചു എന്ന് കഴിഞ്ഞ ദിവസം ശശി തരൂർ പറയുകയാണ്. നേരെ മറിച്ച് കഴിഞ്ഞ അതേ ഭൂരിപക്ഷം 400+400 അവിടെയാണ് നമ്മുടെ ബാബു എവിടെയാണ് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ 400+ കിട്ടുമെന്ന് പറയുന്നത് കേവലം അവർ പറഞ്ഞ ഒരു വെറുമ്പാക്കല ആയിരുന്നില്ല. അവർ ഉറച്ച് വിശ്വസിച്ചിരുന്ന സംഗതിയാണ്. അങ്ങനെ ഒരു 400+ സീറ്റുകൾ കിട്ടിയിരുന്നെങ്കിൽ സംഗതികൾ എല്ലാം നടപ്പാക്കാൻ ഞങ്ങൾക്ക് മാൻഡേറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇതാ ഭരണഘടന പോലും അട്ടിമറിക്കാൻ പറ്റുന്ന, ഞങ്ങൾ ഭരണഘടന പൊളിച്ചെഴുതാൻ തന്നെയാണ് 400-ലധികം സീറ്റ് ആവശ്യപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം മാറ്റി എഴുതാവുന്ന തരത്തിലുള്ള സംവിധാനം അവർക്ക് ഉണ്ടാകുമായിരുന്നു. അതിനുവേണ്ടി തയ്യാറാക്കി വെച്ച ഫയലുകളാണ് ഇതെല്ലാം. ആ ഫയലുകൾ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ആ പഴയ ഊക്കില്ല. അവർക്ക് 400-ലധികം സീറ്റ് കിട്ടിയില്ല എന്ന് മാത്രമല്ല, കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ 272 സീറ്റ് പോലും കിട്ടിയില്ല. 240 സീറ്റിലെത്തുക എന്ന് പറയുമ്പോൾ ജനങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് യഥാർത്ഥത്തിൽ BJPക്ക് ഇല്ല. ഇന്നിപ്പോ മുന്നണിയിലെ ഘടകകക്ഷികളുടെ ബലത്തിൽ അവർ ഭരണം നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ പോലും ഒരൊറ്റ ഘടകകക്ഷി മാത്രമാണ് ഈ പറയുന്ന BJPയുടെ ഈ നടപടിയോട് അനുകൂലിച്ചുകൊണ്ട് നിലപാടെടുക്കുന്ന ചന്ദ്രബാബു നായിഡു മാത്രമാണ്. ബാക്കി എത്ര ഘടകകക്ഷികളുണ്ട്? അവരൊന്നും അവരുടെ മനസ്സ് തുറന്നിട്ടില്ല. അവരൊന്നും ഇത് വോട്ടെടുപ്പിൽ ഇതിനെ സംബന്ധിച്ച് ചർച്ച വരുമ്പോൾ അല്ലെങ്കിൽ ഈ ബില്ലുമായി മുന്നോട്ട് പോകുമ്പോൾ അവരൊക്കെ ഏത് സ്റ്റാൻഡിൽ നിൽക്കും എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ വൺ ഇന്ത്യ വൺ നാഷൻ അല്ലെ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ ഇപ്പൊ അടുത്തൊന്നും നടപ്പിലാക്കാനുള്ള സാധ്യത. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മനസ്സിലുള്ളതല്ല, കുറെയൊക്കെ അതിൽ വാസ്തവം ഉണ്ട് താനും. ഇവിടെ ഇപ്പോൾ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു BJP കാൻഡിഡേറ്റ് മത്സരിക്കുമ്പോൾ പോലും അയാൾക്ക് 100 വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 10-20 വോട്ട് നരേന്ദ്രമോദി പിടിച്ചു കൊടുക്കുന്ന വോട്ടാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഐക്കൺ അവർ ഡെവലപ്പ് ചെയ്യുകയും നരേന്ദ്രമോദി ഒരു വേവായി ഇന്ത്യയിൽ മാറുകയും ആ നരേന്ദ്രമോദിയുടെ ബ്രാൻഡിങ്ങിൽ വോട്ട് വരുന്ന ഒരു സാഹചര്യം BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഏത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അവിടുത്തെ ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടി അവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലല്ല അവർ പ്രചാരണം നടത്താറുള്ളത്. നരേന്ദ്രമോദിയെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. അപ്പൊ ആ ബ്രാൻഡിങ്ങിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ വരെ മത്സരിക്കുന്ന പാർട്ടിയാണ് BJP. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ളൊരു സംഭവം വന്നാൽ ആ ബ്രാൻഡ് ഉപയോഗിച്ച് ഈ രാജ്യത്തെ സംസ്ഥാന ഗവൺമെന്റുകൾ, ഈവൻ താഴെ തട്ടിലുള്ള ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ പിന്നെ സംഭവത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വീണ്ടും ഭരണഘടനാ ഭേദഗതി നടത്തേണ്ടതുണ്ട്. അങ്ങനെ വന്നാൽ താഴെ തട്ടിലുള്ള പഞ്ചായത്ത് മെമ്പർ മുതൽ അങ്ങ് ഉള്ള MP മുതൽ ഇവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ അങ്ങ് പ്രധാനമന്ത്രി വരെയുള്ള എല്ലാ പദവികളും BJPക്ക് ഈ ബ്രാൻഡിങ്ങിലൂടെ കൈക്കലാക്കാം എന്നൊരു ചിന്ത ആരോ ഉപദേശിച്ചു കൊടുത്തത് കൊണ്ടാണ് നരേന്ദ്രമോദിക്ക് തോന്നുന്നത്. ഞാൻ ഈ പിന്നെ ചോദിച്ചിട്ടുണ്ട് ഇതെല്ലാം ഇന്ത്യയിൽ നടക്കുമെന്ന് ആരോ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായും BJPയുടെ ആൾക്ക് തന്നെ അതിൽ വ്യത്യാസമായ അഭിപ്രായങ്ങളുള്ള സ്ഥിതിക്ക് എന്തായാലും ഇത് മുന്നോട്ട് ചർച്ചയായിട്ട് തന്നെ പോവാന്നുള്ളതാണ്. ചർച്ചയ്ക്ക് നമ്മളിപ്പോ ഈ പുതിയ സർക്കാർ വന്നപ്പോൾ ചർച്ച ഇല്ലാതായി
പോയായിരുന്നു കുറച്ചു കാലം അറിയാമല്ലോ. പിന്നെ നമ്മൾ ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതൊരു ഒറ്റക്കല്ലിൽ തീർത്ത ശില്പമല്ല ഇന്ത്യ. ഇന്ത്യയിൽ നിരവധിയായ ഭാഷകൾ, നിരവധിയായ മതങ്ങൾ, നിരവധിയായ ജാതികൾ, നിരവധിയായ വംശങ്ങൾ. ലോക നരവംശ ശാസ്ത്രത്തിൽ ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഏതെല്ലാം മാതൃകകളുണ്ടോ ആ മാതൃകകളെല്ലാം അധിവസിക്കുകയും ലോകത്ത് ഏതെല്ലാം മതങ്ങളുണ്ടോ അതെല്ലാം ഇവിടെ വസിക്കുകയും ചെയ്യുന്ന ജനങ്ങളുടെ ഇടയിൽ കാണാവുന്ന ഒരു രാജ്യമാണ്. ലോകത്തിന്റെ തന്നെ ഒരു സാമ്പിളാണ് ഇന്ത്യ എന്ന് പറയുന്നത്. തീർച്ചയായും അങ്ങനത്തെ ഒരു രാജ്യത്ത് അതിന്റെ ഡൈവേഴ്സിറ്റിയെ വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിൽ അത് ഒരൊറ്റ അച്ചിലേക്ക് ഉരുക്കി ഒഴിക്കാൻ ശ്രമിക്കുന്ന ഈ ശ്രമം ഒരു തരത്തിലും ഇന്ത്യൻ ജനാധിപത്യത്തിന് അനുയോജ്യമല്ല. ഇന്ത്യയുടെ ഈ പറയുന്ന ഡൈവേഴ്സിറ്റിക്ക്, ഈ പറയുന്ന പിന്നെ നിലനിൽപ്പിന് ഒരു തരത്തിലും ഗുണകരമല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തീർച്ചയായും. അപ്പോ ഇത് വലിയ രീതിയിലേക്കുള്ള പാതകളെ കടന്നു വേണം പോവാൻ. പക്ഷേ എങ്കിലും BJP വിചാരിക്കുന്നുണ്ടാവും, പറയാലോ, ഒരു 3 വർഷം 4 വർഷമാണ് ഇത് നടപ്പിലാക്കാൻ വേണ്ടി വരിക എന്ന് പറയുന്നു. അടുത്ത വർഷം അവർ കയറും എന്നുള്ള പ്രതീക്ഷകളാണ് അവരിയ്ക്കുന്നത്. അപ്പൊ ആ സമയത്ത് എന്തായാലും നടപ്പിലാക്കാനുള്ള പ്ലാനുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. തീരുമാനിക്കട്ടെ. നന്ദി, നമസ്കാരം.